വെൽക്കം ബാക്ക് ടു Xylem Learning Creatives ആണ്. അപ്പൊ ബേസിക് സയൻസിൽ ഇതാ ബയോളജിയില് 20 മാർക്ക് ഉറപ്പിക്കാനുള്ള ഒരു പക്ക മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ഇതിലൊരു ക്വസ്റ്റ്യൻ മിസ് തരും, അതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അനലൈസ് എ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. തന്നിട്ടുള്ളതിലെ കറക്റ്റ് ആൻസർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സയന്റിഫിക് റെയറിംഗ് ഓഫ് ഹണി ബീസ് റെയർ ചെയ്യുന്നതിനെ നമ്മൾ പറയുന്നത് എപ്പി കൾച്ചർ എന്നാണ്. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എപ്പി കൾച്ചർ, അത് ശരിയല്ലേ? അത് ശരിയാണ്. കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഈസ് കോൾഡ് ഹോർട്ടികൾച്ചർ. പഴവും പച്ചക്കറികളും നമ്മൾ വളർത്തുന്നതിനെ പറയുന്നതാണ് എന്ത്? ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് അല്ലെ. സയന്റിഫിക് വേ ഓഫ് ഗ്രോയിങ് മഷ്റൂംസ് ഈസ് കോൾഡ് ക്യൂണികൾച്ചർ. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ആൻഡ് സയന്റിഫിക് റെയറിംഗ് ഓഫ് ഫിഷ് ഇൻ വാട്ടർ ബോഡീസ് ഈസ് കോൾഡ് സെറികൾച്ചർ. അപ്പം ഈ തന്നിട്ടുള്ളത് ഇത് നമുക്കറിയാം തെറ്റാണെന്ന് അല്ലെ. അപ്പൊ ഈ ചോദിച്ചത് ഏതാ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. 1 and 2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് അല്ലെ. 1ഉം 2ഉം ആണ് ശരി. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. വീണ്ടും കറക്റ്റ് പെയർ, ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. റോബർട്ട് ഹുക്ക് ഡിസ്കവേർഡ് ദ സെന്റർ ഓഫ് ദ സെൽ. സെല്ലിന്റെ സെന്റർ അല്ലെങ്കിൽ കോശത്തിന്റെ സെന്റർ കണ്ടുപിടിച്ചത് ആരാണെന്നാണ്. അത് നമ്മുടെ റോബർട്ട് ഹുക്ക് ആണോ? അല്ല, അത് റോബർട്ട് ബ്രൗൺ ആണ് അല്ലെ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ റോബർട്ട് എച്ച് വിറ്റാക്കർ അല്ലേ. അത് നമുക്കറിയാം. 5 കിങ്ഡം വർഗീകരണം റോബർട്ട് എച്ച് വിറ്റാക്കർ തന്നെയാണ്. ഫൗണ്ട് ആനിമൽ ബോഡി ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. ആനിമൽ ബോഡി എന്താണ്? സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ചത് എം ജി ശ്ലീഡൻ ആണോ? അല്ല, തിയോഡർ ഷോൺ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഇത് മാത്രമാണ്. ഈ രണ്ടാമത്തേത് മാത്രമാണ് ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബൈനറി ഫിഷർ ഇസ് എ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഹൈഡ്ര. ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പൊ ഹൈഡ്രയിൽ നടക്കുന്നത് ഏതാണ്? ഇറ്റ് ഈസ് ബഡ്ഡിംഗ്, മുകുളനമാണ് നമ്മുടെ ഹൈഡ്രയിൽ നടക്കുന്നത്. സ്പോസ് ആർ ദ റീപ്രൊഡക്റ്റീവ് സെൽസ് ഇൻ ദ ഫംഗസ്. അത് ശരിയാണോ? സ്പോസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് മാത്രം മാറ്റിയാൽ മതി. സോ ബഡ്ഡിംഗ് ആണ്, മുകുളനമാണ്. അഡോളസൻസ് ഇസ് ദ പീരിയഡ് ഓഫ് റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത്. റൈറ്റ് ഇനി 4 ഫുഡ് ഹാബിറ്റ് ദാറ്റ് എൻഷുവേഴ്സ് ദ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ് ഡ്യൂറിംഗ് ദ പീരിയഡ്. വേഗത്തിൽ ശരീര വളർച്ച നടക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കൗമാരം എന്ന് പറയുന്നത്. അപ്പൊ പോഷക ലഭ്യത ഉറപ്പ് വരുത്താൻ കൗമാരക്കാലത്ത് പാലിക്കേണ്ട ഏതെങ്കിലും 4 ആഹാരശീലങ്ങൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആഹാരശീലങ്ങൾ? ഈറ്റ് റൈറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് അല്ലെ. ശരിയായ ക്രമത്തിൽ ഭക്ഷണക്രമത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ടേക്ക് റൈറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഡ്യൂറിംഗ് റൈറ്റ് ടൈം അല്ലെ. കറക്റ്റ് സമയത്ത് അതിനനുസരിച്ചുള്ള ഭക്ഷണത്തിന്റെ എമൗണ്ട് നമ്മൾ കഴിക്കാം. ദെൻ ഇൻക്ലൂഡ് ഫ്രൂട്ട്, വെജിറ്റബിൾസ്, ലെൻറ്റിൽസ് എക്സെട്ര. പയറുവർഗ്ഗങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാണ് പറയുന്നത്. പിന്നെയോ ഫ്രൈഡ് ആൻഡ് ഗ്രിൽഡ് ഡിഷസ് അല്ലെ, വളരെ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കുക. കൺസംപ്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ ആർ ടു ബി മിനിമൈസ്ഡ്. ഉപ്പും മധുരവും അധികം കഴിക്കാൻ പാടില്ല. അവോയ്ഡ് യൂസിങ് ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, പാക്കഡ് ഫുഡ് ഐറ്റംസ് ആൻഡ് കോളാസ്. പാക്കറ്റ് ഭക്ഷണങ്ങളും അതുപോലെ കുപ്പിപ്പാനീയങ്ങളും പരമാവധി ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ വരും. അപ്പൊ പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത് നോക്കാം, ഒബ്സർവ് ദ പിക്ചേഴ്സ്. കണ്ടോ, ചിത്രത്തിലെ ജീവികളെ തിരിച്ചറിഞ്ഞ് പേരെഴുതുക. മെൻഷൻ ദെയർ സ്പെസിഫിക് ഇമ്പോർട്ടൻസ് റിലേറ്റഡ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ജീവികളുടെ സവിശേഷ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ 2 ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാലേ. ആദ്യത്തേത് ഏതാ? നമ്മുടെ സിംഹവാലൻ കുരങ്ങാണ്, ലയൺ ടൈൽഡ് മക്കേക്ക് ആണ് അല്ലെ. രണ്ടാമത്തേത് നിങ്ങൾക്കറിയാം, അതേതാണ്? നീൽഗിരി താര അല്ലെങ്കിൽ വരയാടാണ്. എന്താ ഇവരുടെ പ്രത്യേകത? ദീസ് ഓർഗാനിസംസ് ആർ ഓൺ ദി വേർജ് എക്സ്റ്റൻഷൻ ഡ്യൂ ടു സെവറൽ റീസൺസ് അല്ലെ. പല കാരണങ്ങൾ കൊണ്ട് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന 2 ജീവികളാണ് ഇത്. ഈ സിംഹവാലൻ കുരങ്ങും അതുപോലെ തന്നെ നമ്മുടെ വരയാട്. അപ്പം ഈ പിക്ചേഴ്സ് തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ ഓർക്കുക. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഓർഗാനിസത്തിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ഫിഗർ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കണം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത് നോക്കുക, സം പാർട്ട് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ദെയർ ഫങ്ഷൻസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. മനുഷ്യ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ചില ഭാഗങ്ങളും ധർമ്മങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നു. പട്ടിക ഉചിതമായി പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, ഫംഗ്ഷൻ ഉണ്ട്. പ്രൊഡ്യൂസേഴ്സ് ഓവം ആൻഡ് ഫീമെയിൽ ഹോർമോൺ. സ്ത്രീകളിൽ ഓവം അണ്ടം ഉൽപ്പാദിപ്പിക്കുകയും സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ആരാണ്? എ എന്ന് പറയുന്നത്
നമ്മുടെ ഓവറീസ് ആണ് അല്ലെ, നമ്മുടെ ഓവറീസ്. അപ്പൊ എ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഓവറീസ്, അണ്ഡാശയങ്ങളാണ്. പിന്നെ രണ്ടാമത് നോക്കുക, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. നമ്മൾ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണുന്ന എവിടെയാണ്? മെയിൽസിലാണ്. സെക്രീഷൻ ഓഫ് ഫ്ലൂയിഡ് ഫ്രം ദ പ്രോസ്ട്രേറ്റ് ആൻഡ് ഹെൽപ്പ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് സ്പേം. പുംപീസുകളുടെ ചലനത്തിന് സഹായിക്കുന്ന ഒരു തരത്തിലുള്ള പോഷണത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു തരത്തിലുള്ള ദ്രവം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. ഫീറ്റസ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത്. ഭ്രൂണ വളർച്ച പൂർത്തിയാകുന്നത് എവിടെയാ? നമ്മുടെ ഗർഭാശയം, യൂട്രസിലാണ് അല്ലെ. ആൻഡ് ഡി ഓഫ് ഫെർട്ടിലൈസേഷൻ ഒക്കെ എവിടെയാണ്? ബീജസംയോഗം നടക്കുന്നതെന്നാണ്. ബീജസംയോഗം നടക്കുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ അണ്ഡവാഹിയിലാണ് നടക്കുന്നത്. അപ്പൊ ഇതുപോലെ ടേബിൾ തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിച്ചാൽ എഴുതാൻ ഉറപ്പായിട്ട് പഠിച്ചു വെക്കൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കാം, മേക്ക് സ്യൂട്ടബിൾ pairs using the indicators given in the box as per the model. പാരന്റ് കൈമന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇതുപോലെ ഈ തന്നിട്ടുള്ള ആൾക്കാരെ നമ്മളോട് പെയർ ചെയ്യാനാണ് പറയുന്നത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നോക്കാം, നമുക്ക് ഇതിനെ മാച്ച് ചെയ്യുമല്ലേ വേണ്ടത്. നമുക്ക് മാച്ച് ചെയ്യാൻ നോക്കാം. മൂവ്മെന്റ് ഓഫ് ദ ബോഡി. മൂവ്മെന്റ് ഓഫ് ബോഡിക്ക് നമ്മളെ സഹായിക്കുന്നത് ആരാ? നമ്മുടെ മസ്കുലാർ ടിഷ്യൂസ് ആണ് അല്ലെ, നമ്മുടെ പേശി കലയാണ്. അപ്പൊ ശരീര ചലനം സാധ്യമാക്കുന്നത് പേശി കലയാണ്. പിന്നെ റൈബോസോം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോം മാംസ്യ നിർമ്മാണമാണ്. പാരന്റ് കൈമ എന്ന് പറയുന്നതോ അത് നമ്മൾ എഴുതി, ഫോട്ടോസിന്തസിസ്. അവിടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണം. ഇനി പദാർത്ഥ സംവഹനം, കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസിനെ നമ്മളെ സഹായിക്കുന്നത് ഏതാ? എവിടെ 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 എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ് അല്ലെ. പദാർത്ഥ സംവഹനത്തിന് നമ്മളെ സഹായിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. പിന്നെ സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമയാണ്. താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. അപ്പൊ ഓരോ പോയിന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പെയർ ചെയ്യാൻ ചോദിക്കും. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠഭാഗങ്ങളിൽ സെൽ ഓർഗനൽസ്, കോശാംഗങ്ങൾ പഠിക്കണം, ആനിമൽ ടിഷ്യൂസും പ്ലാന്റ് ടിഷ്യൂസും പഠിക്കണം കേട്ടോ. സസ്യകലകളും ജന്തുകലകളും അതിന്റെ ഫംഗ്ഷൻസും പ്രത്യേകം പഠിക്കും. അടുത്തത്, കംപ്ലീറ്റ് അപ്രോപ്രിയേറ്റ്ലി മേക്ക് വൺസ് ഡീക്കേയിങ് മാറ്റേഴ്സ് മാന്യൂർ ഫോർ അനദർ. സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്റെ 4 വിവിധ പോയിന്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ബിയും സിയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഫിൽ ചെയ്യേണ്ടത്. എന്താ? ഒന്നിന്റെ അവശേഷങ്ങൾ മറ്റൊന്നിന് വളമായി മാറുന്നു. ഡിഒ ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകി വിപണിയിൽ ആശ്രയത്വം കുറയ്ക്കുന്നു. ഇതിലേതാ ബിയും സിയും നമുക്ക് എഴുതാൻ പറ്റാം? ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ. വേസ്റ്റ് മാനേജ് ഇസ് ഡൺ അറ്റ് ഇറ്റ് സോഴ്സ് ഇറ്റ് സെൽഫ്, നോ വേസ്റ്റ് റിമെയിൻ. അപ്പം ഉൽപാദന ചെലവ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വേസ്റ്റുകളിൽ നിന്ന് തന്നെ വളമായിട്ട് ഉപയോഗിക്കും. വേസ്റ്റ് ഇല്ലാതെ തന്നെ വരുന്നു. അടുത്തതോ, ബയോഡൈവേഴ്സിറ്റി ഇസ് കൺസേർവ്ഡ് ബൈ ഗ്രോയിങ് നേറ്റീവ് വെറൈറ്റീസ്. വൈവിധ്യമാർന്ന വിളകൾ, നേറ്റീവ് വെറൈറ്റീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലാതെ വൈവിധ്യമായ വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ് റെഡ്യൂസ്, ഡൈവേഴ്സ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ദ സെയിം വേ. നാടൻ ഇനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു, പരിസര മലിനീകരണം കുറയ്ക്കാൻ പറ്റുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാണ്. അടുത്ത നോക്കാം, 2 methods for conserving biodiversity are given below. Identify and name with example. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായിട്ടുള്ള 2 മാർഗങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ ഓരോന്നും തിരിച്ചറിഞ്ഞ് പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം, റിസർച്ച് സെന്റേഴ്സ് ടു പ്രിസർവ് സീഡ്സ് ആൻഡ് ഗമീറ്റ്. വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിച്ച് സംരക്ഷിക്കാനുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ എഴുതണം. അതുപോലെ കൺസേർവ്ഡ് ഏരിയാസ് ഇൻ പോപ്പുലേറ്റഡ് റീജിയൻ വിത്ത് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പബ്ലിക്. 2 നമുക്ക് കിട്ടിയല്ലോ. നമ്മൾ പഠിക്കുന്ന ഇൻസിറ്റു എക്സിറ്റീവ് കൺസർവേഷന്റെ എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. സീഡ്സും ഗമീറ്റും നമ്മൾ കൺസർവ് ചെയ്യുന്നത് എവിടെയാ? ജീൻ ബാങ്കിലാണ് അല്ലെ. എക്സാമ്പിൾ RGCB, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ട്രിവാൻഡ്രം. ആൻഡ് രണ്ടാമത്തേത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരുന്നതാണ്. പൊതുജന പങ്കാളിത്തത്തോടെ നമ്മൾ സംരക്ഷിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി റിസർവ്, കടലുണ്ടി നമുക്ക് ഉദാഹരണമായി ചെയ്താൽ. ഇതുപോലെ ഇൻസിറ്റു എക്സിറ്റീവ് കൺസർവേഷൻ ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ്, പഠിക്കാൻ മറക്കരുത്. Then analyze the statement and answer the following question. പ്രസ്താവന വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. According to binomial nomenclature, scientific name of human being is Homo sapiens. Okay, ദ്വിനാമ പദ്ധതി പ്രകാരം മനുഷ്യന്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പൊ what does the first word homo indicate? ഹോമോ എന്ന് പറഞ്ഞാൽ എന്താ? ജീനസ് ആണ് അല്ലെ. Who proposed binomial nomenclature? ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലീനിയസ് ആണ്. What is the merit of binomial nomenclature? എന്താണ്? Each organism is known by different names in different places, so commonly accepted name is needed for identifying organism. പല നാടുകളിൽ ഓരോ ജീവികൾക്കും ചെടികൾക്കും എല്ലാം പല പേരുകളാണ്. എവിടെ ചെന്നാലും നമുക്ക് കോമൺ ആയിട്ട് ഒരു പേരിട്ട് നമുക്ക് വിളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനസ്സിലാക്കാൻ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഈ ഉദാഹരണം വെച്ച് തന്നെ പഠിക്കാം. ജീനസ്, സ്പീഷ്യസ് ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ദ്വിനാമ പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ കാൾ ലീനിയസ് ആണെന്ന് മനസ്സിലാക്കാം.
ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നമ്മൾ പലതവണ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഇവിടെ എക്സ് എന്ന് പറയുന്നത് പ്ലാസന്റെ ആണ്, വൈ എന്ന് പറയുന്നത് അംബ്ലിക്കൽ കോഡ് അല്ലെങ്കിൽ പൊക്കിൾ കൊടിയാണ്. ആൻഡ് ഇവിടെ നോക്കണേ, എക്സ് വൈ എന്ന് സൂചിച്ചിരിക്കുന്ന ഭാഗങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫംഗ്ഷൻ, അതില് എക്സിന്റെ 2 ധർമ്മം എഴുതണം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ പ്ലാസന്റെ ആണ്, അതിന്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീച്ചേഴ്സ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി വഴി എല്ലാ സാധനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്ലാസന്റെ വഴിയാണ്. ആൻഡ് ഓൾസോ ഈസ് മെറ്റീരിയൽസ് ഓൾസോ എലിമിനേറ്റഡ് അല്ലെ. ഓക്സിജനും പോഷകങ്ങളും മാത്രമല്ല, കുഞ്ഞിലുണ്ടാകുന്ന വേസ്റ്റിനെ പുറന്തള്ളുന്നതും ഇതിലൂടെ തന്നെയാണ്, ഈ പ്ലാസന്റെ വഴി തന്നെയാണ്. Analyze the given statement and answer the question. There exists diverse ecosystem in Earth. Each differs in richness of biodiversity. അല്ലെ, ഭൂമിയിൽ പലതരം ആവാസ വ്യവസ്ഥകളുണ്ട്. ഓരോ ആവാസ വ്യവസ്ഥയും ജൈവ സമ്പന്നതയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ is it necessary to conserve all kind of ecosystem? എല്ലാ ആവാസ വ്യവസ്ഥയും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ട്? Write any 4 services of biodiversity. പല തവണ ചോദ്യം വന്നിട്ടുള്ളതാണ് ബയോഡൈവേഴ്സിറ്റി സർവീസസ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പഠിക്കണം കേട്ടോ, മറന്നു പോകരുത്. ആ ഇല്ലസ്ട്രേഷൻ പൊതുവേ ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം എന്താ, ഇക്കോസിസ്റ്റം ആർ പ്ലേസസ് വേർ ദ റിച്ച് ബയോഡൈവേഴ്സിറ്റി. ഡിസ്ട്രക്ഷൻ ഓഫ് ഇക്കോസിസ്റ്റം മീൻ ഡിസ്ട്രക്ഷൻ ഓഫ് മെനി ലിവിംഗ് ഓർഗാനിസം അല്ലെ. ആവാസ വ്യവസ്ഥ നശിച്ചാൽ അതിനനുസരിച്ച് ജൈവ വൈവിധ്യം നശിക്കുന്നു. പക്ഷെ ഇവരൊക്കെ നമുക്ക് തരുന്ന പല സേവനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അവൈലബിലിറ്റി ഓഫ് എസെൻഷ്യൽ മെറ്റീരിയൽ, കൾച്ചറൽ സർവീസസ്, ഈസ്തറ്റിക് റീക്രിയേഷൻ സ്റ്റഡി, പ്രാക്ടീസ് ഓഫ് റിച്വൽസ്, ഇക്കോളജിക്കൽ സർവീസസ് ഉണ്ട്, ഫ്ലഡ് കൺട്രോൾ, ക്ലൈമറ്റ് കൺട്രോൾ അല്ലെ. ഇവിടെ കണ്ടോ, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥ നിയന്ത്രണം. പിന്നെ ഓക്സിലറി സർവീസസിൽ വരുന്നതാണ് ന്യൂട്രിയൻ സൈക്ലിംഗ്, പോളിനേഷൻ, ബയോളജിക്കൽ കൺട്രോൾ, പോഷക ചംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം. ഇത്തരത്തിലുള്ള എല്ലാ സേവനങ്ങളും തരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം, ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. Then complete the illustration of physical changes during adolescence during indicators given below. കണ്ടോ, യെസ്. അപ്പൊ കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങളെ ബന്ധപ്പെട്ട ചിത്രീകരണമാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ പോയിന്റ് ആയിട്ട് എഴുതണം. എയും ബിയും എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ത്രീകളിൽ ഗേൾസിൽ വരുന്ന ചേഞ്ചസ് ആണ്. സിയും ഡി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇയും എഫ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളിൽ മാത്രം വരുന്ന ചേഞ്ചസുമാണ്. അപ്പൊ നമുക്കറിയാം, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഹിപ്പ് ബോൺസ് വൈഡൻ, ഇടുപ്പല്ല് വികാസം പ്രാപിക്കുന്ന പെൺകുട്ടികളിൽ നടക്കുന്നതാണ്. രണ്ടാൾക്കും കോമൺ ആയിട്ട് നടക്കുന്നതാണത്. ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ രോമ വളർച്ച വരുന്നു, ലൈംഗിക അവയവങ്ങളുടെ വളർച്ച ദ്രുതഗതിയിലാവുന്നു. പിന്നെ ആൺകുട്ടികൾക്ക് വരുന്ന മാറ്റമാണത് ഷോൾഡർ ബോൺസ് എക്സ്പാൻഡ്, ഇജാക്കുലേഷൻ സ്റ്റാർട്ട്, തോളലുകൾ വികാസം സംഭവിക്കുന്നു, ശുക്ല വിസർജനം ആരംഭിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻസ്ട്രേഷന്റെ ഭാഗമായിട്ട് പഠിച്ചു വെച്ചതാണ്. അപ്പൊ ഇത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരികയാണ്. അതെന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരികയാണ്. എല്ലാവരും അത് ആൻസർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട് അല്ലെ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് യൂകാരിയോട്ടിക് കിങ്ഡംസ് അല്ലെ. 5 കിങ്ഡംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രോകാരിയോട്ട് ഉണ്ട്, യൂകാരിയോട്ട് ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്രോകാരിയോട്ട് ആയിട്ടുള്ള കിങ്ഡം ഏതാണ് ആർച്ച് വിറ്റേക്കർ പറഞ്ഞിട്ടുള്ളത്. 5 കിങ്ഡം പഠിക്കുന്നുണ്ട്. അതിൽ പ്രോകാരിയോട്ട് ആയിട്ടുള്ള കിങ്ഡം അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഉദാഹരണമായിട്ട് വരുന്ന കിങ്ഡം ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. നല്ലോണം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ആൻഡ് ഇന്നത്തെ ലൈവില് എല്ലാവരും തന്നെ വരണം. നമുക്ക് നന്നായിട്ട് തന്നെ പഠിക്കണം. ഫുൾ ഓൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ലൈവില് വരിക. ആൻഡ് ഞാൻ പറഞ്ഞ കിങ്ഡത്തിന്റെ പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. See you soon. Bye bye.